അസ്സലാമു ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാനിവിടെ ബേക്ക്ഡ് അവക്കാഡോയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അവക്കാഡോയ്ക്കകത്ത് അതിൻ്റെ കുരു കളഞ്ഞിട്ട് ആ സ്ഥാനത്ത് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ട് കുറച്ച് എരിവും പുളിയൊക്കെ അതിൻ്റെ മേലിട്ട് കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനത് എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിച്ചു തരാം. പിന്നെ അത് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള റിവ്യൂവും പറയാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് അക്കാവി ചീസ് എടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണുള്ളത് അത് ഉപയോഗിക്കാം. പനീറാണെങ്കിൽ പനീർ മതി. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം സവാള എടുത്ത് മുറിക്കുന്നുണ്ട്, ഒരാൾക്ക് 3 സ്പൂൺ കിട്ടാനുള്ള അളവിൽ. പിന്നെ എരിവിനുള്ള പച്ചമുളകും. ഞാനിവിടെ ഒരു അവക്കാഡോ എടുത്തിട്ട് അതിനെ നടുകെ മുറിക്കുകയാണ്. മുറിച്ച് കഴിഞ്ഞതിൽ നിന്ന് നമുക്ക് ആ കുരു എടുത്ത് മാറ്റാം. എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് കുറച്ച് അവക്കാഡോ ഇതിൽ നിന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള മുട്ട ഇതിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ ഇത് ശരിക്കൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ നിന്ന് ചെറിയൊരു കഷ്ണം തോല് ഇതുപോലെ ചെത്തി കൊടുത്താൽ നല്ല പെർഫെക്റ്റായിട്ട് ഇരുന്നോളൂ. ഇനി നമ്മൾ സ്കൂപ്പ് ചെയ്തെടുത്ത കുരുവൊക്കെ എടുത്ത ആ ഒരു ഗ്യാപ്പിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ വലിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എഗ്ഗ് വൈറ്റ് കുറച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് പിന്നെ അവക്കാഡോയുടെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ പുറത്ത് പോകില്ല. പിന്നെ എഗ്ഗ് വൈറ്റ് നമുക്ക് മയോണൈസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ചുമ്മാ ഒരു ഓംലേറ്റ് ഉണ്ടാക്കാനോ മറ്റെന്തിലേക്കെങ്കിലും വേണ്ടിയിട്ടും എടുക്കാം. ഇനി അവക്കാഡോയുടെ മുകളിലേക്ക് എരിവിനുള്ള പച്ചമുളകും പിന്നെ ഉള്ളിയും ചീസും ഒക്കെ വെച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഇത്തിരി എരിവിലും ഉപ്പിലൊക്കെ കഴിക്കാനല്ല ഇഷ്ടം. കുറച്ച് കുരുമുളകും മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പും കൂടി വിതറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാം. ഓവനുള്ളവർക്ക് ഓവനിൽ ബേക്ക് ചെയ്താൽ മതി. അല്ലാത്തവർക്ക് ഒരു പാത്രത്തിൽ ഉപ്പിട്ടിട്ട് നന്നാക്കി ചൂടാക്കി എടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് ബേക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ ഉപ്പിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ബാക്കി വന്ന എഗ് വൈറ്റും പിന്നെ ബാക്കി വന്ന കഷ്ണങ്ങളൊക്കെ കൂടെ വെച്ചിട്ട് ഞാനൊരു ഓംലേറ്റ് ഉണ്ടാക്കുന്നു. പിന്നെ അവക്കാഡോ സ്കൂപ്പ് ചെയ്തെടുത്തത് മുറിച്ചിട്ട് അതുകൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ബാക്കി വന്നത് നമുക്ക് എടുത്തു വെക്കാതെ തന്നെ അപ്പം തന്നെ ഇതേപോലെ ഉപയോഗിക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. പക്ഷെ ഇത് ഉണ്ടാക്കുമ്പോൾ എനിക്ക് വലിയൊരു പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴിച്ചപ്പോൾ ഇത് കൊള്ളാം കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി കുറച്ചുകൂടെ അവക്കാഡോ ബേക്ക് ചെയ്യാനുള്ളത് ആവാനുണ്ട്. അതായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പം അവക്കാഡോ നന്നായിട്ട് ആയിട്ടുണ്ട്. മുകളിലുള്ള മുട്ടയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് പുറത്തേക്ക് എടുക്കുകയാണ്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു അവക്കാഡോ ബേക്ക് ചെയ്തിട്ട് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അവക്കാഡോക്ക് അങ്ങനെ പ്രത്യേകിച്ച് രുചി മാറ്റമൊന്നുമില്ല. ഒരു പച്ചക്ക് തിന്നുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ ഉള്ളൂ. പിന്നെ മുട്ടയും എരിവും ഉപ്പും ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് തോന്നി. അപ്പോൾ നമ്മുടെ എഗ് വൈറ്റിൽ തയ്യാറാക്കിയ ഓംലേറ്റും എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസത്തെ രാത്രികത്തെ ഫുഡായിരുന്നു ഇത്. അപ്പോൾ കഴിച്ചപ്പോൾ എനിക്ക് കുഴപ്പമില്ല. നമ്മൾ സാധാരണ ഓംലേറ്റ് മാത്രം കഴിക്കുന്ന പോലെ അല്ല. പിന്നെ ചിലർക്കൊക്കെ അവക്കാഡോ എങ്ങനെയൊക്കെ കഴിക്കാം, തനിച്ച് കഴിക്കാൻ ഇഷ്ടമില്ല, അല്ലെങ്കിൽ മധുരം ഇടാതെ ജ്യൂസ് അടിച്ചിട്ട് ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. ഒരാൾക്ക് ഇതിപ്പോൾ ചെറിയ അവക്കാഡോ ആയതുകൊണ്ട് ഒരവക്കാഡോ കഴിക്കുന്നുണ്ട്. വലിയ അവക്കാഡോ ആണെങ്കിൽ ഒരു പകുതി മതിയാകും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എന്തായാലും ഇടയ്ക്ക് ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം. ഇത്തിരി ഉപ്പും എരിവൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിക്കാനൊരു രസമുള്ളൂ കേട്ടോ. പിന്നെ മുട്ടയും തന്നെ വല്ലാണ്ട് കുക്കാവാതെ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിലും ഒരു ഹാഫ് കുക്കിൽ എടുക്കുകയാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.